ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. യൂത്ത് കോൺഗ്രസ് പുതിയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കും. JS അഖിലിനും KM അഭിജിത്തിനും സാധ്യത. ഇരുവരുടെയും പേര് നിർദ്ദേശിച്ച് ബെന്നി ബെഹനാനും വിഷ്ണുനാഥും. പ്രഖ്യാപനം ഇന്ന് രാത്രിയോ നാളെയോ ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ശരത്ലാലുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ലാൽ, എ ഗ്രൂപ്പിലേക്കാണ് അധ്യക്ഷ സ്ഥാനം നീളുന്നത്. വിവരങ്ങൾ എന്താണ്? വളരെ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയമിക്കണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ താല്പര്യം. കാരണം നിയമനം നീണ്ടുപോകുന്നതോടെ തന്നെ യൂത്ത് കോൺഗ്രസിൽ വളരെ വലിയ വിവാദങ്ങളും അല്ലെങ്കിൽ പരസ്പരമുള്ള പഴിചാരലും ഉണ്ടാകും. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് എത്രയും പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയമിക്കാനുള്ള തീരുമാനമായി AICC ഹൈക്കമാൻഡ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ഇത് സംബന്ധിച്ച കൂടിയാലോചന ഇന്നലെ തന്നെ സംസ്ഥാന നേതൃത്വവുമായി നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട കാര്യം ഉമ്മൻചാണ്ടി വിഭാഗത്തിൽ ഉമ്മൻചാണ്ടിക്ക് ആഗ്രഹമുണ്ടായിരുന്ന ഒരു പോസ്റ്റാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം. ആ വിഭാഗത്തിന് തന്നെ ആ സ്ഥാനം നൽകണമെന്ന ഒരു പൊതുധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ പേരാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാനും. അതിലിപ്പോൾ എ ഗ്രൂപ്പിൻ്റെ നേതൃത്വം ബെന്നി ബെഹനാനാണ്. അദ്ദേഹമാണ് എ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം PC വിഷ്ണുനാഥും കോൺഗ്രസ് KPCC വർക്കിംഗ് അധ്യക്ഷൻ PC വിഷ്ണുനാഥുമാണ് ഇത്തരത്തിലുള്ള പേരുകൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേതൃത്വം നൽകിയത്. ഏതായാലും ഇതിലൊരു പേരുകാരൻ തന്നെയായിരിക്കും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട്. കാരണം കേരളത്തിൽ നിന്നുള്ള MP ആണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ പ്രിയങ്കയുടെ ഒരു വാക്ക് ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സമ്മതം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രിയങ്ക ഗാന്ധി വനിതകളോ മറ്റോ വെക്കണമെന്നോ മറ്റോ നിർദ്ദേശിച്ചാൽ മാത്രമേ ഈ പേരുകളിൽ മാറ്റമുണ്ടാവുള്ളൂ. എന്നാൽ നിലവിൽ പ്രിയങ്ക ഗാന്ധി ഇത്തരം ഒരു നിലപാടിൽ KPCCയും അതുപോലെ കോൺഗ്രസ് ഹൈക്കമാൻഡും എടുത്ത തീരുമാനത്തെ പ്രിയങ്ക ഗാന്ധി എതിർക്കാറില്ല, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കാനുള്ളത്. എന്നാൽ വയനാടും അതേപോലെ തന്നെ നേരത്തെ പ്രിയങ്കയ്ക്ക് വളരെ അടുത്ത ബന്ധം പ്രിയങ്ക ഗാന്ധിയുമായിട്ട് ഈ യൂത്ത് ബ്രിഗേഡിലെ നേതാക്കൾക്കുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായം കൂടി പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വെക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും അഖിലേന്ത്യാ അധ്യക്ഷനും ഇക്കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായം തേടുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഉടൻ തന്നെ വരാൻ പോകുന്നത്. ഇന്ന് രാത്രിയോ നാളെയോ പ്രിയങ്ക ഗാന്ധിയുടെ അനുവാദം ലഭിച്ചാൽ, അഭിപ്രായം ലഭിച്ചു കഴിഞ്ഞാൽ ഈ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനോട് അടുപ്പമുള്ള കേന്ദ്രങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. JS അഖിലിൻ്റെയും KM അഭിജിത്തിൻ്റെയും പേരാണ് ബെന്നി ബെഹനാനും ഒപ്പം വിഷ്ണുനാഥും നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നോ നാളെയോ തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കും. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.